നമ്മളൊരു ദൈവസഭയുടെ ഭാഗമാകുക എന്ന് പറയുന്നത് പൂർണ്ണമായും ആത്മീക വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മളൊരു ദൈവസഭയുടെ ഭാഗമാകുന്നത്. ഇപ്പം ദൈവസഭ എന്ന് പറയുന്നത് എനിക്കെപ്പോഴും പുതിയ നിയമത്തിൻ്റെ വെളിച്ചത്തിൽ ഒരു കുടുംബത്തോട് അതിനെ ഉപമിക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ ആ കുടുംബത്തിനകത്ത് ആ കുടുംബം ഏറ്റവും നന്നായിട്ട് നടക്കുവാനായി കഷ്ടപ്പെടുന്ന, അധ്വാനിക്കുന്ന ചില ആളുകളുണ്ട്. പിതാവ്, മാതാവ്, അതുപോലെ ആ വീട്ടിലുള്ള ആളുകൾ, അവർക്ക് നന്നായിട്ട് ഭക്ഷണവും നല്ല പാർപ്പും നല്ല ജീവിത സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തിട്ട് അവരെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്ന ആ ഒരു വിഭാഗം എല്ലാ കുടുംബങ്ങളിലും ഉണ്ട്. അങ്ങനെയുള്ള ആളുകൾ അങ്ങനെ കഠിനാധ്വാനം ചെയ്യുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, നിലവിൽ ആ വീടിൻ്റെ സൗകര്യങ്ങൾ അനുഭവിച്ച് ജീവിക്കുന്ന വളർന്നു വരുന്ന പുതിയ തലമുറ, അവർ നാളെ ആ കുടുംബത്തെ പോറ്റുന്നവരായി, ആ കുടുംബത്തെ നോക്കുന്നവരായി, ആ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്നവരായി മാറാൻ വേണ്ടിയിട്ടാണ് ഇന്ന് മുൻപന്തിയിൽ നിന്ന് തങ്ങൾക്ക് കഴിയാത്ത അത്രയും വലിയ കഠിനാധ്വാനം ചെയ്ത് ആ കുടുംബത്തെ പോറ്റുന്നത്. ഇതുപോലെയാണ് സഭ. സഭയിലേക്ക് നമ്മൾ ചെല്ലുമ്പം ചിലപ്പോൾ നമ്മൾ ചെന്നിട്ട് വർഷങ്ങളായി കാണും. പക്ഷെ നമ്മൾ ആത്മീയ ശൈശവാവസ്ഥയിലാണെങ്കിൽ ആ സഭയിലെ നന്മകൾ മാത്രം അനുഭവിച്ച് നമ്മൾ വീട്ടിൽ പോരും. ആ സഭയ്ക്കകത്ത് നല്ല സന്തോഷമുണ്ട്, നല്ല ദൈവസാന്നിധ്യമുണ്ട്, ജീവിപ്പിക്കുന്ന തിരുവചന വെളിപ്പാടുകളുണ്ട്, നല്ല പിതൃഹൃദയവും മാതൃഹൃദയവുമുള്ള ശുശ്രൂഷ വൃന്ദമുണ്ട്. ഇതൊക്കെ ആസ്വദിച്ചും അനുഭവിച്ചും നമ്മൾ നിൽക്കുന്ന ഒരു കാലം, അതിൽ മാത്രം നിൽക്കുന്നൊരു കാലമെന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ആത്മീയ ശൈശവകാലം. എന്നാൽ നമ്മൾ ആത്മീകമായിട്ട് വളർന്നു കഴിയുമ്പോൾ ഈ സഭയുടെ ഭാഗമായി വരുന്ന പുതിയ തലമുറയ്ക്ക് ആത്മീകമായി പുഷ്ടിപ്പെടുവാനും വളരുവാനും ആവശ്യമായ ആത്മീക ഭക്ഷണം അവർക്ക് ലഭിക്കാൻ നമുക്കെന്ത് ചെയ്യാം എന്നതിനെക്കുറിച്ച് നമ്മൾ ഗൗരവമായിട്ട് ആലോചിച്ചു തുടങ്ങും. അങ്ങനെയുള്ള ആളുകൾ കൂടുതലുള്ള സഭകളാണ് എപ്പോഴും നല്ല പ്രബലമായ, അല്ലെങ്കിൽ നല്ല പ്രാപ്തിയുള്ള, അല്ലെങ്കിൽ ആരോഗ്യ ദൃഢഗാത്രമായ ഒരു സഭ എന്ന് പറയുന്നത്. വാസ്തവത്തിൽ ആ സഭയിൽ